എനിക്കെല്ലാരെയും നന്നായിട്ട് അറിയാം. ആയിഷ, മീര, സൗന്ദര്യ, ഇത് പാറുവല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? നിങ്ങളെ പറ്റി ഞാൻ കൊറേ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മാവന് നിങ്ങളൊക്കെ നേരിട്ട് കണ്ട പോലെയാ, അല്ലേ അമ്മാവാ? എന്തായാലും നിന്റെ അമ്മാവൻ ഇങ്ങോട്ട് വന്നത് ഞങ്ങൾക്ക് വലിയ ഉപകാരമായി. അതെ, ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവൻ അപകടത്തിലായനെ. അയ്യോ, എന്തു പറ്റി? ഒന്നും പറ്റിയില്ലല്ലോ? ഇല്ല. നിങ്ങളോടുള്ള നന്ദി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ, എല്ലാം ഭഗവാന്റെ കയ്യിലല്ലേ. നിങ്ങളെല്ലാരും അകത്തേക്ക് വാ. ഒരു നിമിഷം മേഡം, മേഡത്തിന് നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലോ. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചതിന്റെ വേദന മേഡത്തിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. ഒരു ചിരി കൊണ്ട് മേഡത്തിന്റെ എല്ലാ വിഷമങ്ങളും മറയ്ക്കാം. പക്ഷേ കണ്ണുകൾ ചതിക്കൂട്ടോ. ഏയ്, പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഭഗവാനില്ലേ കൂടെ? എന്താ പാറു, ഓണായിട്ട് ഇങ്ങനെ വിഷമിച്ച് നിക്കണേ? ഒന്നുമില്ല. അത് വെറുതെ. താൻ നല്ല വിഷമത്തിലാണ്. അപ്പോ വന്നില്ലായിരുന്നെങ്കില് താൻ ആരോടും ഒന്നും പറയാതെ പോകാനുള്ള പരിപാടിയായിരുന്നുല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഞാൻ ഊഹിച്ചതാണേ. എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും ചുറ്റുമുള്ളവർ സന്തോഷത്തോടെ കഴിയണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ അത്രയും നല്ലൊരു മനസ്സ് വേണം. തനിക്കത് ഉണ്ട് കേട്ടോ. എനിക്ക് വിഷമമൊന്നുമില്ല. അത് വെറുതെ. താൻ മനസ്സിൽ ഒരുപാട് ഭാരം കൊണ്ടു നടക്കുന്നുണ്ട്. സത്യം. ഇത്ര കൃത്യമായിട്ട് ചേട്ടൻ എങ്ങനെയാ അത് കണ്ടുപിടിച്ചത്? ആ ഭാരം എന്താണെന്ന് കൂടി ഒന്ന് പറയാൻ പറ്റുമോ ചേട്ടാ? ഞങ്ങൾ എല്ലാവരും എത്ര ചോദിച്ചിട്ടും പാർവതി ഒന്നും വിട്ടു പറയുന്നില്ല. പാർവതിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയാൽ പാർവതിയുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. പിന്നെ മനസ്സിലുള്ള എന്താന്ന് പറയാൻ ഇയാള് മാന്ത്രികനാണോ? എത്ര വലിയ മാന്ത്രികനാണെന്ന് വെച്ചാലും സ്ത്രീകളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ചില്ലറ ചില വിദ്യകളൊക്കെ എനിക്ക് അറിയാട്ടോ. വണ്ടർഫുൾ. യു ആർ റിയലി ടാലന്റഡ്. ഇതേ തന്റെ കയ്യിലിരിക്കട്ടെ, സൂക്ഷിച്ചു വെക്കണം കേട്ടോ. സമയാവുമ്പോ ഞാൻ വന്ന് വാങ്ങിക്കോളാം. എന്താ ആരോ കാര്യമായിട്ട് തുമ്മുന്നുണ്ടല്ലോ, ഞാനൊന്ന് നോക്കിട്ട് വരാം. അല്ല, നിന്റെ അമ്മാവൻ വലിയ മെജീഷ്യൻ ആണല്ലോ. അദ്ദേഹത്തിന് മായകളൊക്കെ നിങ്ങൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ.
ഏത് നേരത്താണാവോ മാഡത്തിന് ഇതൊക്കെ തൂത്ത് വരാൻ പറയാൻ തോന്നിയത്? തുമ്മി തുമ്മി എന്റെ മൂക്ക് അച്ച്! മൂക്ക് പോയി. അറിയില്ല എനിക്ക് ഡസ്റ്റ് അലർജി ആണെന്ന്. സമാധാനപ്പെടും മുക്തേ, ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ. നീ ഇങ്ങനെ ചൂടാവല്ലേ? ആ വാർഡൻ എങ്ങാനും കേട്ടാ പിന്നെ അത് പറഞ്ഞിട്ടായിരിക്കും നമ്മളെ ചീത്ത വിളിക്കുന്നത്. അവരെങ്ങാനും നിന്റെ മമ്മിയെ വിളിച്ച് പറഞ്ഞാ പിന്നെ ഉണ്ടാവുന്ന അവസ്ഥ അറിയാലോ. എന്തു പറ്റി? വല്ലാണ്ട് തുമ്മണുണ്ടല്ലോ. ഈ അടിക്കലും തുടക്കലും ഒക്കെ ചെയ്ത് അത്ര ശീലമില്ലാന്ന് തോന്നുന്നു. ആരായി പട്ടിക്കാട്ടുകാരൻ? പാറുവിന്റെ നാട്ടിൽ നിന്ന് ഒരുത്തൻ വന്നിട്ടുണ്ടെന്ന് കേട്ടു. അവനായിരിക്കും. ആ രാജസേനൻ. ഏയ്, ഇന്ദ്രസേനൻ. വാട്ടെവർ. ഞാനൊരു കമ്പനിയുടെ സിഇഒ ആണ്. അതെന്താന്നൊന്നും ഇയാൾക്ക് മനസ്സിലാവില്ല മുക്ത. ആ, മനസ്സിലായി. ആ കമ്പനിയിലെ രാജ്ഞി അല്ലേ? പട്ടിക്കാട്ടുകാരനാണെങ്കിലും നല്ല ബുദ്ധിയുണ്ട്. ആ അതെ, രാജ്ഞിയെ പോലെ തന്നെ. ആ, അപ്പോ എനിക്കിങ്ങനെയുള്ള വൃത്തികെട്ട ജോലികളൊന്നും ചെയ്ത് ശീലമില്ല. അല്ല, ഒരു ജോലിയും നമ്മൾ തരം താഴ്ത്തി കാണരുത്. എല്ലാ ജോലികൾക്കും അതിന്റേതായ ഒരു മഹത്വം ഇല്ലേ? അപ്പോ മുക്ത അഹങ്കാരിയാണെന്നാണോ താൻ പറഞ്ഞു വരുന്നേ? അയ്യോ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ താൻ ഉദ്ദേശിച്ചത് അതാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഞാനൊരു അഹങ്കാരിയാണെന്ന് ആ പട്ടിക്കാട്ടുകാരി പാർവതിയാണല്ലേ പറഞ്ഞത്? ആ, അവളോട് ഞാൻ ചോദിച്ചോളാം. പാറുവിനെ ഞാൻ കുറച്ചു മുമ്പാണ് ആദ്യമായിട്ട് കാണുന്നത് തന്നെ. ആ കുട്ടി എന്നോടൊന്ന് മിണ്ടുക പോലും ചെയ്തിട്ടില്ല. ആ, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. ഓണമായിട്ട് എന്തിനാ വെറുതെ വഴക്കൂടുന്നത്? എന്തായാലും ഇവിടുത്തെ ഓണാഘോഷത്തിന് വാർഡൻ മേഡം എന്നെ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരും. പിന്നെ അന്ന് ഇവിടെ എല്ലാവർക്കും വേണ്ടി ആ സ്പെഷ്യൽ സദ്യ ഒരുക്കണത് ഈ നിൽക്കുന്ന നമ്മുടെ മേഡം ആയിരിക്കുമല്ലോ അല്ലേ? ഞാനോ സദ്യ ഒരുക്കാനോ? ആ, ഓ എനിക്കതല്ലേ പണി. എന്നെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യിക്കാന്ന് ആരും സ്വപ്നം കാണണ്ട. ആ, ആർക്കറിയാം ദൈവം എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ഇവനും ഉണ്ടായിരുന്നോ? എന്താ സേന ഇവിടെ ഒരു ചർച്ച? അല്ല, ഈ കുട്ടി ഒരു വലിയ കമ്പനിയുടെ സിഇഒ ആയിട്ട് പോലും ഒരു മടിയില്ലാതെ അടിച്ചു വാർന്നത് കണ്ടിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിച്ചതാ.